അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത് കണ്ടിട്ടുള്ള 2 പുതിയ പടങ്ങളായിട്ടുള്ളത്, ഒന്ന് ആലപ്പുഴ ജിങ്കാനയും പിന്നൊന്ന് മരണമാസം. ഇതിൽ രണ്ടും ഒരുമിച്ച് തന്നെ റിവ്യൂ പറയാം. കുറച്ച് ലോങ് ആയിട്ട് പറയാൻ മാത്രമുള്ള പരിപാടിയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. സിമ്പിളായിട്ട് തന്നെ പറഞ്ഞിട്ട് പോവാം. ആദ്യം മരണമാസം പറയാം. മരണമാസിക്ക് അത്രയും ഫുള്ളായിട്ടൊന്നും വർക്കായിട്ടൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, ഒരു ചെറിയ ഷോർട്ട് സിമ്പിൾ കഥ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ആൾക്കാർ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു കഥ. അതിലേക്ക് ഏറ്റവും ഇഷ്ടമാവാത്തത് അതിലൊരു വയസ്സനായ ചെങ്ങായുടെ ക്യാരക്ടർ ഉണ്ട്. അയാൾ തന്നെ അവസാനം ക്ലൈമാക്സിലൊക്കെ ട്വിസ്റ്റിന് കാരണമായല്ലോ എന്നുള്ളൊരു ഇത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. അയാൾ അത്രയും വൃത്തികെട്ടൊരു സ്വഭാവമുള്ളൊരു ചങ്ങായി. അയാളിനെ തന്നെ വെച്ചിട്ട് തന്നെ ഈ കഥേനെ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ബേസിലെ ക്യാരക്ടറും അതുപോലെ തന്നെ സിജു സന്നയുടെ ക്യാരക്ടർ കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ട് തോന്നി. ആളുടെ പല ഇമോഷൻസും വേരിയേഷൻസും ഒക്കെ കഥയിൽ ഒരുപാട് കണ്ടു. അതുപോലെ തന്നെ അതിൽ ബേസിലിൻ്റെ ലവറായിട്ട് അഭിനയിച്ചിട്ടുള്ള കുട്ടി, ആളും എന്താ പറയുക ഡിഫറെൻറ്റ് വേരിയേഷൻ ആയിട്ടുള്ള ഇമോഷനിലൂടെ കടന്നു പോകുന്നതൊക്കെ നല്ല രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ബേസിൽ പിന്നെ അതിലൊരു സർപ്രൈസ് ആയിട്ട് 1 സെക്കൻഡ് 2 സെക്കൻഡ് ആയിട്ട് വരുന്ന നമ്മുടെ തന്നെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ. ഇപ്പം ഏറെക്കുറെ ഒരുപാട് ആൾക്കാരെ പടം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. സോ അതിൽ വലിയ പ്രസക്തി ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു നോർമൽ പടം എനിക്ക് എന്താ പറയുക ഫുള്ളായിട്ട് വർക്കായിട്ടില്ല, എന്നാൽ ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് അത്രയൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതേപോലെ പിന്നെ വേറെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ള പടമാണ് ആലപ്പുഴ ജിങ്കാന. അതിൽ എന്താ പറയുക പല ക്യാരക്ടേഴ്സും നല്ല രസമായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നെസ്ലിൻ്റെ ക്യാരക്ടറിന് നമുക്ക് കുറച്ചും കൂടി കണക്റ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് എല്ലാ കഴിവും ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, എന്നാൽ നല്ല അടിപൊളിയായിട്ട് കളിക്കുക ഇല്ല, ഒരു ചിലപ്പോൾ ഫോം ആവും ചിലപ്പോൾ ഫോം ആവില്ല. അതേപോലെ ഫുട്ബോൾ കളിക്കാം, ഫോം ആവില്ല. പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാം, നന്നായിട്ട് പാട്ട് പാടും ഇല്ല എന്നാൽ കുറച്ച് പാടും, പാടണമെങ്കിൽ പാടും. എല്ലാറ്റിനെയും മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ള അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. എന്നാൽ അവർ ഫുള്ളി എല്ലാറ്റിലും സക്സസ് ആണോ എന്നാൽ അങ്ങനെയല്ല. അങ്ങനെയുള്ള ഒരാളായിട്ട് കണക്ട് ചെയ്യാൻ എന്നെയും ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു നെസ്ലിൻ്റെ ക്യാരക്ടർ. ഏറെക്കുറെ ഞാൻ അതുപോലെയൊക്കെ തന്നെ. എന്നാൽ ഫുട്ബോൾ കളിക്കാം, എന്നാൽ അത്ര അടിപൊളിയായിട്ട് കളിക്കില്ല. സെയിം എല്ലാറ്റിലും അതുപോലെ, എല്ലാറ്റിലും ചിരിച്ച് പാടണമെങ്കിൽ പാടാം, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിനെ എനിക്ക് ഒരുപാട് കണക്റ്റായി. പിന്നെ ഓൾറൗണ്ട് പടം ഒരു സാധാരണ ക്ലീഷ ലെവലിൽ സ്പോർട്സ് ബോർഡല്ല. എന്ന് വെച്ചാൽ അവസാനമാകുമ്പോൾ ഒരു ജയം എക്സ്പെക്ട് ചെയ്തിട്ട് നിൽക്കുമല്ലോ. എല്ലാ പടത്തിലും സ്പോർട്സ് പടത്തിലും നമ്മുടെ ടീം അവസാനം ജയിക്കും എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിലൂടെ പോയി. പക്ഷെ എല്ലാവരും അവസാനം ജയിച്ചു. അത് അവരുടെ ഒരു റിക്കവറി പോലത്തെ ഒരു വിജയം നമുക്ക് കണ്ട പ്രേക്ഷകർക്ക് അതൊരു ഫീലായിട്ട് കിട്ടും. ഓരോരുത്തർക്കും ഓരോരുടെ കഴിവുകൾ ഡെവലപ്പ് ആക്കാൻ എപ്പോഴാണ് അതിൻ്റെ സാധ്യതകൾ കിട്ടുക എന്നുള്ള അങ്ങനെയുള്ളൊരു ഫീൽ